ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അത് മാറ്റിക്കോ നീ. ഹലോ ഗൈസ്, കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 5 months-ആയി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. സോ ഇന്നിപ്പോൾ ചേട്ടൻ ഓഫാണ്, നമ്മൾ രണ്ടുപേരും വീട്ടിലുണ്ട്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇറ്റ്സ് എ ന്യൂ പ്ലേസ്. വി ഹാവ് മൂവ് ടു എ ന്യൂ അപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ആദ്യം സ്റ്റേ ചെയ്തിരുന്നത് കവൻട്രിയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ വാറിക്കിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് ഓൾമോസ്റ്റ് 1 month ആയി. നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാം ഒന്ന് സെറ്റായി വന്ന ടൈമാണിത്. ഇന്നൊരു പെർഫെക്റ്റ് ഡേ ആണെന്ന് തോന്നി അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടി. ചേട്ടൻ രാവിലെ തന്നെ എണീറ്റ് സോഫയിൽ വന്നിരുന്ന് വീട്ടിലേക്കൊക്കെ വിളിച്ച് അവിടെ സൈഡിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ എണീറ്റ് വന്ന് ഫ്രഷായി. കുറേ ദിവസമായി നമ്മൾ ചോറും കറികളൊക്കെ കഴിച്ചിട്ട് കൂടുതലും പാസ്ത, നൂഡിൽസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓഫുള്ള ദിവസം നമുക്കൊന്ന് ലാവിഷായിട്ട് ചോറും കറികളും കഴിക്കാൻ വേണ്ടി ഞാൻ രാത്രി തന്നെ ചോറും കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതേ രാവിലെ അതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിച്ചാൽ മതി. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ചോറ്, 2-3 കൂട്ടം കറികൾ, നല്ല നാരങ്ങ അച്ചാർ ഒക്കെ കൂട്ടി കഴിക്കാമെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കണതേ നമ്മൾ ചോറും കറിയും എക്സ്പെക്റ്റ് ചെയ്തിട്ട് കഴിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നത്. സോ നമ്മുടെ ചോറും കറികളൊക്കെ ഞാൻ നന്നായി ഹീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചേട്ടൻ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടന് ഫുഡ് കൊടുത്തപ്പോൾ ചേട്ടൻ കോളിൽ ചേച്ചീനെ വിളിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ചോറും കറികളൊക്കെ കാണിച്ചു കൊടുക്കാമായിരുന്നു. നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് ഇന്ന് എഴുന്നേറ്റത്. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എ കൈൻഡ് ഓഫ് ബ്രഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേ നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഓഫ് കിട്ടുന്ന ദിവസമൊക്കെ ആയിരിക്കും ഒന്നിച്ചിരുന്ന് വീട്ടിലേക്ക് വിളിച്ച് എല്ലാവരോടും സംസാരിക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ ഇരുന്ന് കണ്ട് ഒപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് എങ്ങോട്ട് നടക്കാൻ പോകണം എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ഡിസ്കഷനും പ്ലാനിങ്ങിനൊക്കെ ശേഷം നമ്മളിതേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിന് ഒരു പാർക്ക് ആൻഡ് ഗാർഡൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ട് റെഡിയായി അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇന്ന് വെതർ അലേർട്ട് ഉണ്ട്, നല്ല വിൻഡും സ്റ്റോമും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റുണ്ട്. ഞാൻ 2 ജാക്കറ്റ് ഇട്ടേക്കണം, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മാർക്കറ്റ്സൊക്കെ ഇന്ന് ക്ലോസ്ഡാണ് വെതർ അലേർട്ട് ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ പാർക്ക് ആൻഡ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പാർക്കിൻ്റെ പേര് പോട്ടറ്റൺസ് ഫീൽഡ് എന്നാണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ ഫോട്ടോസിൽ കണ്ട എക്സ്പെക്റ്റേഷനിൽ ഓടിച്ചാടി വന്നതാണ്. പക്ഷെ ഇത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഇത് ആകെ കാലിയായിട്ട് കിടക്കാറുന്നു. അതാണ് ചേട്ടൻ എന്നെ ആ നോട്ടം നോക്കിയത്. ഇപ്പം എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. സോ ഈ പാർക്കിൻ്റെ സൈഡിലൂടെ ഒരു റിവർ പോകുന്നുണ്ട്. ആ റിവറിൻ്റെ പേര് റിവർ ഏവൺ എന്നാണ്. ഇതാ എന്നെ നിൽക്കണം, അങ്ങോട്ട് കിടക്കും. നീ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. നന്നാ ഞാൻ കൂടെ. നിനക്ക് അഡ്വഞ്ചർ എടുക്കണ്ടേ? ഒരു കൈ പിടിച്ചിട്ട് കടന്നു. അത് നിനക്ക് അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നാലെ വരും. ഷൂര സോക്സൂര. ഷൂര സോക്സൂര. ഇതിൽ ആഴമൊന്നുമില്ല, അതാണ് റിവർ.
നടക്കാവുന്നതാണ്. നടക്ക ഓട് നല്ല നടക്കണ മാതിരിയാവുള്ളൂ. അങ്ങനെ പാർക്കൊക്കെ നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ട് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് കലവില എന്ന് സംസാരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ടെസ്കോ കയറിയിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളതേ ടെസ്കോന്ന് ഇറങ്ങി തിരിച്ചതേ വീട്ടിലേക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വീടെത്തി വാങ്ങിയ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പിന്നെ അതേ കിച്ചണൊന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഒന്ന് ക്ലീൻ ചെയ്യാൻ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതേ ആ പണികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റാണ്. സോ അതിന് വേണ്ട കാര്യങ്ങളും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പുറത്തിപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. ഇത്രയും ഇരുട്ടായി. വിൻ്ററൊക്കെ ഇങ്ങനെയാണ്, കണ്ടു കഴിഞ്ഞാൽ 8 മണി 8:30 ആണെന്ന് പറയും. പക്ഷെ 4:30 ആയിട്ടുള്ളൂ ഗൈസ്. വൈകിട്ട് അങ്ങനെ ചേട്ടന് വിശക്കണമെന്നും പറഞ്ഞ് ചേട്ടൻ ചോറും നല്ല അടിപൊളി പ്രോൺസ് റോസ്റ്റും കൂടി കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ഓറഞ്ച് ലെമണേഡും കഴിച്ച് നമ്മളതേ കുബേരൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ കുബേരൻ സിനിമ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ആ ഫിലിം ഇട്ട് അങ്ങനെ ആ ഫിലിം കണ്ടു. രാത്രി ഡിന്നറിന് നമ്മൾ ചിപ്സും നഗറ്റ്സും ആയിരുന്നു കഴിച്ചത്. സോ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.